ഹലോ ഗൈസ്, നമ്മുടെ ലവ് ബേഡ്സ് എല്ലാവേ പനിക്കൂർക്കലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഒച്ചയും ബഹളവും വെച്ചൊക്കെ ഇങ്ങനെ തിന്നുന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമാണെന്നറിയാതെ നോക്കി കുറേ നേരം അവരുടെ ചിലയെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇന്ന് എന്തൊക്കെയാണെന്നറിയാം നമ്മുടെ പരിപാടി. ഒന്ന് ചക്ക വരയ്ക്കണം, അതിന് ടോണിയും ടിങ്കുവിനെയും പോയി കൂട്ടാനായിട്ട് കടയിലോട്ട് പോകണം. അവരെ കൂട്ടിയിട്ട് വന്നിട്ട് വേണം നമുക്ക് ചക്ക വരയ്ക്കാൻ. അത് കഴിഞ്ഞ് വെച്ച് നമ്മുടെ പള്ളി പെരുന്നാളാണ്, പ്രദക്ഷിണം നമ്മുടെ കടയുടെ വാതുക്ക കൂടെ പോകുന്നത്. അപ്പം മെഴുകുതിരി കത്തിക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ ടിങ്കും ടോണിയൊക്കെ നല്ല പണിയിലാണ്. നമ്മുടെ കടയിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം പോകാനായിട്ട് വേറെ ഒരു കുഴിയും കൂടെ റെഡിയാക്കുവാണ്. അതെല്ലാം റെഡിയാക്കിയിട്ട് വേണം ഇവരെ കൂട്ടിയിട്ട് വന്നിട്ട് നമുക്ക് ചക്ക വരയ്ക്കാൻ. എന്താ ബഹളമെന്ന് കേട്ടോ, പ്രദക്ഷിണം ഇറങ്ങുന്നതിന് മുമ്പുള്ള ചെണ്ടമേളങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ ചക്ക പറിക്കാൻ എത്തി നമ്മൾ. അങ്ങനെ ചക്ക കിട്ടി. ഇനി നമ്മുടെ പൊന്നായി ഒന്ന് മേല് കഴിച്ച് ഉറക്കണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ചക്കയുടെ പരിപാടിയൊക്കെ ആയിട്ട് പോകാനായിട്ട്. അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ പൊന്നായി റെഡിയാക്കട്ടെ. അങ്ങനെ പൊന്നായിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്, വിശപ്പും വന്നിട്ടുണ്ട്. ഉറക്കി കിടത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ചക്കയുടെ ജോലി ചെയ്യാൻ. ചക്ക റെഡിയാക്കാനായിട്ട് അനിയത്തിയുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ചക്ക പറിച്ചു ഗൈസ്. അങ്ങനെ ചക്കയെ കൊണ്ട് നമ്മൾ സമാധിയാക്കിയേക്കുവാണ്. അമ്മ ചക്ക അരിയുന്നുണ്ട്, ഞങ്ങളും എല്ലാം കൂടെ കൂടിയ വേഗം ചക്ക ഒരുക്കി അരിഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നേരെ ഇനി പോവാ. പ്രദക്ഷിണം വരും, അതിന് പോയി മെഴുകുതിരി കത്തിക്കണം. അങ്ങോട്ട് ഓടി അങ്ങനെ ഇവിടെ വന്ന് മെഴുകുതിരി എല്ലാം കത്തിച്ചപ്പോഴത്തേക്ക് പ്രദക്ഷിണം എത്തി. അങ്ങനെ പെരുന്നാളെല്ലാം കഴിഞ്ഞു, നമ്മൾക്കിനി ചക്ക തന്നെ വീട്ടിലോട്ട് പോകാവേ. ഇവിടെ വരെ തന്നെ ഇരുന്ന കുട്ടികളുടെ പേരിന്റെ ഒക്കെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചക്കയുടെ കൂടെ കഴിക്കാൻ ഉണക്ക നങ്ക് തോരൻ വെച്ചതും ഉണക്കമീനില്ലേ അതും ചിലിമ്പിപ്പുളി അച്ചാറുമാണ്. അപ്പം ശരി ഗായ്സ്, ഞങ്ങൾ ചക്കയൊക്കെ കഴിക്കട്ടെ. ഗുഡ് നൈറ്റ്.